ഹലോ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ലാപ്ടോപ്പിൻ്റെ കൂളിംഗ് പാഡാണ്. ഒരു ഡ്യുവൽ ഫാൻ കൂളിംഗ് പാഡാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് കാണാൻ പറ്റും, ഇതിൻ്റെ ഫ്രണ്ടിൽ അവർ യൂസ് ചെയ്തിരിക്കുന്നത് 2 ചെറിയ ഫാനാണ് കൂളിങ്ങിന് വേണ്ടി അവർ വെച്ചിരിക്കുന്നത്. അത്യാവശ്യം കൂളിംഗ് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഡ്യൂറബിൾ ആണെന്ന് തന്നെയാണ് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള സ്റ്റാൻഡുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സ്റ്റാൻഡ് തന്നെയാണ്. 4 ലെവൽ ഓഫ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു USB കേബിളും കിട്ടും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെങ്ത്താണ്. ലാപ്ടോപ്പിൽ നിന്ന് കൂളിംഗ് പാഡിലോട്ട് അത്യാവശ്യം രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഫാൻ ഓൺ ആകുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ LED ലൈറ്റ് ഓൺ ആവുന്നതായിരിക്കും. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ബ്ലൂ LED ലൈറ്റാണ് അവരിതിൽ. പിന്നെ ഇവിടെ കൈ വെച്ച് നോക്കുമ്പോൾ തന്നെ നല്ല കൂൾ എയർ വരുന്നുണ്ട്. ലാപ്ടോപ്പ് അത്യാവശ്യം കൂൾ ചെയ്യുമെന്ന് തന്നെ നമുക്കിതിൽ നിന്ന് പ്രതീക്ഷിക്കാം. 15.6 ഇഞ്ച് ലാപ്ടോപ്പ് വരെ ഇതിൽ വയ്ക്കാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എൻ്റെ ലാപ്ടോപ്പ് കുറച്ച് പഴയ മോഡലായതുകൊണ്ടായിരിക്കാം കൂളിംഗ് പാഡിന് കുറച്ച് പുറത്താണ്, സൈഡ്സൊക്കെ കുറച്ച് പുറത്താണ് ഇരിക്കുന്നത്. ഒരു 17 ഇഞ്ച് ലാപ്ടോപ്പിന് ഒരിക്കലും ഈ ഒരു കൂളിംഗ് പാഡ് സൂട്ടബിൾ ആയിരിക്കില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കൂളിംഗ് പാഡ് യൂസ് ചെയ്യാതെ ഞാൻ ലാപ്ടോപ്പ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള ടെമ്പറേച്ചറാണ്. ഒരു 89 to 90 ഡിഗ്രി വരെ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ലാപ്ടോപ്പ് കൂളിംഗ് പാഡ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള ടെമ്പറേച്ചറാണ്. ഏകദേശം ഒരു 20 ഡിഗ്രി വരെ വ്യത്യാസം വരുന്നുണ്ട് കൂളിങ്ങിൽ, കൂളിംഗ് പാഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും. ഫാൻ നോയ്സ് വളരെ നോയ്സി ആണെന്നൊന്നും തോന്നുന്നില്ല. നിങ്ങൾക്ക് തന്നെ കേട്ട് നോക്കാം. അത്യാവശ്യം ലൈറ്റ് ഗെയിമിങ്ങിനൊക്കെ ഈ ഒരു കൂളിംഗ് പാഡ് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, വലിയ കുഴപ്പമൊന്നുമില്ലാതെ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ കൂളിംഗ് പാഡ് ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ. കൂളിംഗ് പാഡിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഈ കൂളിംഗ് പാഡിൻ്റെ ഫീച്ചേഴ്സ്. പുതിയൊരു ടെക് റിവ്യൂ ആയി കാണുന്നവരത്തേക്കും ബൈ.